കൃത്യമായിട്ട് ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്പോർട്സ് ഏറ്റവും ബെസ്റ്റാണ്. സോ സ്പോർട്സിലൂടെ നമുക്ക് ലഹരി കൊണ്ടുവരാം. UC കോളേജിൽ മഹാഗനി മരങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇലഞ്ഞിയുണ്ട്, ആത്മവഞ്ചിയുണ്ട്. പക്ഷേ UC കോളേജിലെ മരങ്ങളുടെ ഇടയിൽ വൃക്ഷരാജൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് മഹാത്മാഗാന്ധി നട്ട് ഇപ്പോഴും മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന ഗാന്ധിമാവ് എന്ന് ഞങ്ങൾ പേരിട്ട് വിളിക്കുന്ന മാവാണ്. ഹലോ ഫ്രണ്ട്സ്, കല്ലറിക്കൽ ഫൗണ്ടേഷൻ്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന ഈ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ UC കോളേജിലാണ്. UC കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ 100-ൽ കൂടുതൽ വർഷമായി കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കലാലയമാണ്. 1925-ൽ മഹാത്മജി സന്ദർശിച്ച ഒരു മഹത്തായ കലാലയം കൂടിയാണിത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചെറിയ കാര്യം കൂടി ഇപ്പോൾ പറയാം. നമ്മുടെ ജോർജ് കുട്ടി മലർ ബിസിനെ ആദ്യമായി കണ്ട് ആ ഒരു സീൻ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്, പ്രേമ സിനിമയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം എന്ന ഈ ഒരു വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് UC കോളേജ് എക്സൈറ്റഡ് ആണെന്ന് നോക്കണ്ടേ? UC കോളേജ് ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ 2-3 ഗസ്റ്റുകളുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഫോർമർ ഇന്റർനാഷണൽ MM ജേക്കബ് സാർ, അദ്ദേഹം ഇന്ത്യയെ പ്രതികരിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്. അതുപോലെ കേരളത്തിൻ്റെ കോച്ചായിരുന്നു, കേരളത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ച് ചെറിയൊരു ഒരു ആദരവ് കൊടുക്കാൻ പോവുകയാണ്. ആദരവ് നൽകാനായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബിന്ദു മിശ്രയെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഇന്നിവിടെ ഗസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നത് NJ ജേക്കബ് സാർ, ഒരു ഫോർമൽ ഇന്റർനാഷണൽ ആലുവ സ്വദേശിയായ UC കോളേജിന്റെ ഫോർമൽ സ്റ്റുഡന്റ് ആണ് അദ്ദേഹം. അപ്പൊ നിങ്ങൾക്ക് ഇത് കൈയടിക്കാം അദ്ദേഹത്തിന് വേണ്ടി. അടുത്തതായി നമുക്കൊരു യൂണിവേഴ്സിറ്റി താരമുണ്ട്, അദ്ദേഹം ആലുവ സ്വദേശിയാണ്. അബുക്കയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. അപ്പൊ നമ്മുടെ കൗണ്ട് ഡൗൺ ഷോ മുന്നോട്ട് പോകാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ വേൾഡ് കപ്പിന് ഒരു ഓൾ ദി ബെസ്റ്റ് വരാൻ പോവാണ് UC കോളേജ്. ഹലോ UC കോളേജ്, നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ ഈ പ്രാവശ്യം വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ, UC കോളേജിനെ പറ്റി 2 വാക്ക് പറയാനായിട്ട് നമ്മൾ ബിന്ദു മിശ്രയെ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ UC കോളേജിലെ 100-ൽ ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള UC കോളേജിനെ 100ാമത്തെ എപ്പിസോഡിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റീഫൻ സാറിനെ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഒരു അത്ഭുതവും കൂടി അറിയാൻ പറ്റി. നമ്മുടെ 1974-75 കാലഘട്ടങ്ങളിൽ NJ ജേക്കബ് സാറിനെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. വളരെ വിഷമമുണ്ട്, എന്നിരുന്നാലും വളരെ സന്തോഷമുണ്ട്. അന്ന് തുടങ്ങി നമ്മുടെ ഫുട്ബോൾ ലഹരി, സാറ് പറഞ്ഞു ഫുട്ബോൾ ആകട്ടെ നമ്മുടെ കുട്ടികളുടെ ലഹരി, അത് തന്നെയാണ് UC കോളേജിൽ എന്നും സ്പോർട്സ് ഒരു ലഹരി തന്നെയായിരുന്നു. 1930 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ചുക്കാൻ പിടിച്ചത് CP ആൻഡ്രോസ് എന്ന മഹത്തായ ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഒരു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സ്പോർട്സ് ഫോർ ഓൾ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സ്പോർട്സ് തുടങ്ങി. എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു കളിയിലെങ്കിലും പങ്കെടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുപോലെ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് കേരളത്തിലെ ഏത് കലാലയങ്ങളും നോക്കുകയാണെങ്കിലും അതിനെ കിടപ്പിക്കാൻ UC കോളേജിൽ ഇന്നും ഏകദേശം ഒരു 400 കുട്ടികളോളം സ്പോർട്സിന് ഇറങ്ങുന്നുണ്ട്. അതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ 2024-25 എത്തി നിൽക്കുമ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് കോളേജായി MG യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടതും UC കോളേജിൽ തന്നെയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളോടും കടപ്പെട്ടിരിക്കുന്നു, അവിടെ ഇരുന്ന് ആലുവിലെ സ്പോർട്സ് പ്രേമികളോടും കടപ്പെട്ടിരിക്കുന്നു. ഈ സന്ദേശം സ്പോർട്സ് ആയിക്കോട്ടെ ലഹരി എന്ന സന്ദേശം കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്റ്റീഫൻ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നൽകിക്കൊണ്ട് UC കോളേജ് ഏത് ഹൃദയത്തോടുകൂടെ സ്റ്റീഫൻ സാറിൻ്റെ ഈ പ്രോഗ്രാമിന് ഏറ്റെടുക്കുന്നു. താങ്ക് യു. സ്റ്റീഫൻ സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് കോച്ചസ് കോൺക്ലേവ് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുമ്പോഴാണ്. അതാണ് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ സാധിച്ചത്. പിന്നീട് ആദ്യമായിട്ടാണ് ഞാൻ 2 വർഷം മുമ്പാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ UC കോളേജിലേക്ക് സാറും സാറിൻ്റെ
ടീമും വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജേക്കബ് സാറിനെ എനിക്ക് എൻ്റെ ക്യാമ്പ് തുടങ്ങുന്നത്, ഞാൻ എൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് ജേക്കബ് സാറിൻ്റെ ഒരു സമ്മർ ക്യാമ്പിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറെ കടപ്പാടും സ്നേഹവും സാറിനോട് എപ്പോഴും ഉണ്ട്. NJ ജേക്കബ് സാറ് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നും സാറ് ആലുവക്കാരനായ യൂണിവേഴ്സിറ്റി പ്ലെയർ ആണെന്നൊക്കെ ഞാൻ ഇന്നാണ് അറിഞ്ഞത്. ഏതായാലും ഞങ്ങളുടെ കലാലയത്തെ പറ്റി ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം സ്പോർട്സിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും മികച്ച സ്പോർട്സ് കോളേജായിട്ട് തന്നെ നിൽക്കുകയാണ്. ഏകദേശം 40ഓളം ടീമുകളാണ് വർഷം ഇവിടുന്ന് മെന്നും വിമണും ആയിട്ട് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കും ഇൻ്റർവാഴ്സിറ്റി മത്സരങ്ങൾക്കും ഒക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിന് ഇത്തരം ഒരു കൗണ്ട് ഡൗണിന് ഏറ്റവും അനുയോജ്യമായ ഒരു കോളേജ് ഇത് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഏറെ സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലും ഭാവിയിലും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവും. ഞാൻ MM ജേക്കബ്, പഴയകാല ഫുട്ബോൾ കളിക്കാരനും പരിശീലനമായിരുന്നു. ഞാൻ സ്റ്റീഫനുമായിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടു. സ്റ്റീഫൻ ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയെ ഇതുപോലുള്ള വീഡിയോയിൽ കൂടി വൻ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി ഒരു 100-300 പഴയ സന്തോഷ് ട്രോഫി കളിക്കാരെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. പല പരിപാടിയിലും സ്റ്റീഫൻ്റെ കൂടെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സന്ദേശവുമായിട്ട് ഇത് 3ാമത്തെ പരിപാടിയിലാണ് ഞാൻ സ്റ്റീഫനോടൊപ്പം പങ്കെടുക്കുന്നത്. UC കോളേജിൽ ഞാനെല്ലാം വളരെ ചെറുതായിരുന്നപ്പോൾ അതിൻ്റെ 60s ലാസ്റ്റ് ഞാനിവിടെ സ്ഥിരമായിട്ട് കളി കാണാൻ വരും. അന്നെല്ലാം ഇവിടുത്തെ ഫുട്ബോൾ ടീമൊക്കെ വളരെ നല്ല ടീമായിരുന്നു, മികച്ച ടീമായിരുന്നു. ആലുവയിൽ നിന്ന് ഞങ്ങൾ ഒന്ന് കളി കണ്ട ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഞാനതിന് ശേഷം ആലുവക്കാരനാണെങ്കിലും ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കാൻ പോയത്. എൻ്റെ കൊളീഗായ NJ ജേക്കബ് ആ വർഷം തന്നെ ഇവിടെ ജോയിൻ ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി കളിക്കുമ്പോൾ ഒരുമിച്ച് കളിക്കുകയുണ്ടായി. അതുപോലെ അബുവാണെങ്കിലും ഞങ്ങളുടെ ക്ലബ്ബിൽ കൂടി കളിച്ചു പോകുന്ന ആൾക്കാരാണ്. ലതീഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫുട്ബോൾ ക്യാമ്പിൽ നിന്ന് വന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ഇവിടെ ഈ സംരംഭത്തിന് ഇങ്ങനെ ഇത് ഒരുക്കി കൊടുത്ത HOD-യെയും അതുപോലെ ലതീഷിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആലുവ UC കോളേജിൽ 1973-74 കാലഘട്ടത്തിൽ ഇവിടെ പ്രീ-ഡിഗ്രി 2 വർഷം മാത്രമേ എനിക്ക് പഠിക്കാൻ സാധിച്ചുള്ളൂ. ആ 2 വർഷവും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ടീമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അന്ന് ഇവിടെ വർഗീസ് സാറായിരുന്നു അന്നത്തെ PD. അദ്ദേഹം വളരെയധികം പിന്തുണയാണ് ഞങ്ങൾക്കൊക്കെ നൽകിയിരുന്നത്. ഈ ഗ്രൗണ്ടിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇവിടെ വെച്ചാണ് ഞാൻ കളികളൊക്കെ പഠിച്ചതും. അതിൻ്റെ ആ മികവിലാണ് എനിക്ക് 2 കൊല്ലം ഇവിടെ പ്രീ-ഡിഗ്രി പഠിച്ച ഉടനെ തന്നെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ സിസിലി ജേക്കബ് സാറിനോടൊപ്പം തന്നെ എനിക്ക് ജോലി കിട്ടി. അതിനുശേഷം അവർക്ക് പിന്നെ സന്തോഷ് ട്രോഫി 3-4 വർഷം എനിക്ക് കളിക്കാൻ സാധിച്ചു. എന്നാലും ഒരിക്കലും UC കോളേജിനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഇന്ന് ഞങ്ങളെ ആദരിച്ച HOD മാഡത്തിനും രതീഷ് സാറിനും സ്റ്റീഫനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഹായ്, എൻ്റെ പേര് നിഹാൽ. ഞാൻ ഇവിടെ ബാച്ചിലർ സ്പോർട്സ് മാനേജ്മെൻറ്റ് 3rd ഇയർ വിദ്യാർത്ഥിയാണ്. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു 48 ടീംസ് വെച്ചിട്ടുള്ള ഒരു വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പം ഞാനൊരു അർജൻറ്റീന ഫാനാണ്. അപ്പം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു. സാറിൻ്റെ ഇവൻറ്റിനാണെങ്കിലും ഇനിഷ്യേറ്റീവിനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പ് എന്ന് കേൾക്കുമ്പോൾ റിയലി എക്സൈറ്റഡ് ആണോ? ഇത്ര എക്സൈറ്റ്മെന്റേ ഉള്ളോ? കഴിഞ്ഞ പ്രാവശ്യം ആരാ വേൾഡ് കപ്പ് ജയിച്ചത്? ഈ പ്രാവശ്യം ആര് ജയിക്കും? അപ്പൊ വെയിറ്റ് അർജന്റീനക്കാരുടെ മാത്രം സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസുകാർ ആരുമില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത്ര ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി. അതായത് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും കളിക്കളത്തിലെത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കുഞ്ഞുങ്ങൾ കളിക്കളത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ മറ്റുള്ള ലഹരിയിലേക്ക് അവർ പോകില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. നിങ്ങൾ ആ വിശ്വാസത്തെ നീതി പുലർത്തുന്നവരാണോ? ഹലോ UC, താങ്ക് യു. അപ്പോൾ നമ്മുടെ ആ ഒരു ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം എന്ന ആ ഒരു മെസ്സേജിനെ ഒരു 2 വാക്ക് പറയാൻ താല്പര്യമുള്ളവരാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന്. Hello, my name is Nehra. I'm from UC.
BSM ഫസ്റ്റ് ഇയർ ആണ്. സ്പോർട്സ് ആണ് ഏറ്റവും വലിയ ലഹരി. നമ്മൾ ലഹരി എന്താ പറയുക, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഈ സൊസൈറ്റിയിൽ നമുക്ക് നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ട് ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്പോർട്സ് ഏറ്റവും ബെസ്റ്റാണ്. സോ സ്പോർട്സിലൂടെ നമുക്ക് ലഹരി കൊണ്ടുവരാം. ഹലോ യൂസി, കം ഓൺ. അപ്പോൾ UC കോളേജിൽ വെച്ചെടുത്ത ഈ 100ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ മാർച്ച് 3-ാം തീയതി തുടങ്ങി ജൂൺ 11-ാം തീയതി വരെ നീണ്ടുനിന്ന ഈ 100 ദിവസത്തെ യാത്ര ഇന്നിവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി UC കോളേജിലെ നമ്മുടെ സ്വന്തം മക്കൾ, UC കോളേജിലെ നമ്മുടെ സ്പോർട്സിലെ കുട്ടികളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശരിക്കും ഞാൻ ഇവരുടെ എക്സൈറ്റ്മെന്റ് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാൻ പോവാണ്. All are excited! ഞാൻ ഡോക്ടർ മിനി ആലിസ്, ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ ലഹരി വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സിനെ മുൻനിർത്തിക്കൊണ്ട് കലാലയങ്ങൾ കടന്നു വരുന്നതിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും 104 വർഷം പഴക്കമുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലേക്ക് ഈ കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ പ്രതിനിധികൾ കടന്നു വന്നതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കട്ടെ. 1921 4 ചെറുപ്പക്കാർ, അധ്യാപകരായിരുന്ന 4 ചെറുപ്പക്കാർ, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരായിരുന്ന 4 യുവാക്കൾ ആലുവയിലെ പെരിയാറിൻ്റെ തീരത്ത് ആരംഭിച്ച കലാലയമാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. അവർ പ്രത്യേകിച്ച് മുൻകൂട്ടി തീരുമാനിച്ച ആരുടെയും പിൻബലത്തോടു കൂടിയല്ല അവരിവിടെ കടന്നു വന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ദാനമായി കൊടുത്ത കച്ചേരി മാളികയിലാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നത്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് 64 വിദ്യാർത്ഥികളും 6 അധ്യാപകരുമായി ആരംഭിച്ചൊരു കലാലയമാണ്. ഇന്ന് 18 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ UC കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. 17 UG പ്രോഗ്രാമുകളും 14 PG പ്രോഗ്രാമുകളും 11 റിസർച്ച് സെൻറ്ററുകളും UC കോളേജിൽ പ്രവർത്തിക്കുന്നു. 2700ഓളം വിദ്യാർത്ഥികളാണ് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നത്. 104 വർഷത്തെ പാരമ്പര്യത്തിൽ UC കോളേജ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കായിക വിഭാഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നൊരു കലാലയമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പെരിയാറിൻ്റെ തീരത്ത് നിൽക്കുന്ന UC കോളേജിലെ കളിക്കളങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് പോലും യൂണിയൻ ക്രിസ്ത്യൻ കോളേജിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. UC കോളേജിനെക്കുറിച്ച് ഉള്ള ഓർമ്മക്കുറിപ്പുകളിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ UC കോളേജിൻ്റെ പഴയ കായിക പാരമ്പര്യവും ഒരു വ്യക്തിയുടെ സമഗ്രമായ ഒരു അഭ്യുദയത്തിന് വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് അവൻ്റെ കായിക ശേഷിക്കും അവൻ്റെ സ്പോർട്സിലുള്ള അഭിരുചിയെ വളർത്തുന്നതിനൊക്കെ വളരെ പങ്കുണ്ടെന്ന് ഇതിൻ്റെ സ്ഥാപകർ അന്നേ മനസ്സിലാക്കിയിരുന്നു എന്നതിൻ്റെ നിദർശനങ്ങളാണ് UC കോളേജിലെ കളിക്കളങ്ങൾ. UC കോളേജിലെ ധാരാളമായി മരങ്ങളുള്ളൊരു ക്യാമ്പസാണ് UC കോളേജ്. മരങ്ങളോട് ചേർന്ന് കൊണ്ട് നിൽക്കുന്ന ക്രിക്കറ്റ് കോർട്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും ഹോക്കി കോർട്ടും ഫുട്ബോൾ കോർട്ടുമൊക്കെ ഇല്ലാതെ ഒരു UC കോളേജിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കുവാനേ പാടില്ല എന്ന് പറയുവാൻ സാധിക്കും. UC കോളേജിൻ്റെ കായിക വിഭാഗത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ പ്രത്യേകമായി കടന്നു വരുന്നൊരു പേരാണ് CP ആൻഡ്രൂസ് എന്ന് പറയുന്ന പൂർവ്വകാല പ്രൊഫസർ. അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് കളിക്കളം എൻ്റെ ക്ലാസ് റൂമാണ് എന്നായിരുന്നു. അത്രമാത്രം ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൽ, ഒരു കായിക അധ്യാപകൻ്റെ ജീവിതത്തിൽ കളിക്കളങ്ങൾ എത്രമാത്രം പ്രധാനമാണ് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തിയിരുന്നു. UC കോളേജിലെ ഓർമ്മക്കുറിപ്പുകളിലെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളും CP ആൻഡ്രൂസ് സാറിൻ്റെ നിർബന്ധിതമായിട്ടുള്ള കായിക വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അഥവാ ഒരു വിദ്യാർത്ഥി UC കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കായിക മേഖലയിൽ സ്പോർട്സിലെ ഏതെങ്കിലും ഒരു ഇനത്തിൽ അവൻ നിർബന്ധമായും വൈകുന്നേരം കളിച്ചിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹം പുലർത്തിയിരുന്നതും അദ്ദേഹം ഗ്രൗണ്ടുകളിലൂടെ അതിനുവേണ്ടി വിദ്യാർത്ഥികളെല്ലാവരും നിർബന്ധിതമായ സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ക്ലാസ് മുറിയായിരുന്ന കളിക്കളത്തിലൂടെ നിർബന്ധപൂർവ്വമായി നടന്നിരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള രസകരമായ ഓർമ്മക്കുറിപ്പുകൾ UC കോളേജിൻ്റെ 104 വർഷത്തെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാരമ്പര്യത്തെ ഇന്നും UC കോളേജിലെ കായിക വിഭാഗം പിന്തുടരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കത്തക്കതായ ഒരു ദീർഘമായ ഒരു ചരിത്രത്തിൻ്റെ ചങ്ങലക്കണ്ണിയിൽ ഇന്നത്തെ കായിക വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 2ാം സ്ഥാനം നേടിക്കൊണ്ട് തങ്ങളുടെ കായിക വിഭാഗത്തോടുള്ള തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ സമൂഹത്തിന് സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി പറയുവാനുള്ളത്. പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ മരങ്ങളുടെ കൂട്ടത്തിൽ മഹാത്മജി നട്ടൊരു മാവ് കൊണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ മഹാത്മജി ഇവിടെ വന്ന ആ ഒരു ചരിത്രത്തെക്കുറിച്ച് ചെറിയ എന്തെങ്കിലും ഒന്ന് പറയണം. തീർച്ചയായും UC കോളേജിൽ മഹാഗണി മരങ്ങളുണ്ട്, നിറയെ പൂക്കളുള്ള വയലറ്റ് പൂമരമുണ്ട്, കരക്കണ്ടൽ എന്ന് പറയുന്ന അപൂർവ വിഭാഗത്തിൽപ്പെട്ട മരങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇലഞ്ഞിയുണ്ട്, ആറ്റുവഞ്ചിയുണ്ട്. പക്ഷേ UC കോളേജിലെ മരങ്ങളുടെ ഇടയിൽ വൃക്ഷരാജൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് മഹാത്മാഗാന്ധി നട്ട ഇപ്പോഴും മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന ഗാന്ധിമാവ എന്ന് ഞങ്ങൾ പേരിട്ട് വിളിക്കുന്ന മാവാണ്. അത് എല്ലാ വർഷവും പൂക്കും, എല്ലാ വർഷവും കായ്ക്കും. അതിൻ്റെ ചുവട്ടിൽ മനോഹരമായ ഒരു ശില, ഗാന്ധിജി സന്ദർശനത്തിൻ്റെ 100-ാം വർഷത്തോടനുബന്ധിച്ച് ഗാന്ധിശില സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്ത് ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് ചേർന്ന് മെനഞ്ഞെടുത്ത മനോഹരമായ ഗാന്ധിജിയുടെ ഒരു ശില്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്, അനാവരണം ചെയ്തത്. മാത്രമല്ല ഞങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ അലമാരിക്കകത്ത് ഞങ്ങളൊരു അപൂർവ നിധിയായി സൂക്ഷിക്കുന്ന, എത്ര കോടി രൂപ UC കോളേജിന് തന്നാലും UC കോളേജ് അധ്യാപക നിയമനത്തിനോ അനധ്യാപക നിയമനത്തിനോ ഒരു പണം പോലും 104 വർഷമായി കോഴ വാങ്ങിക്കാത്തൊരു സ്ഥാപനമാണ്. പക്ഷേ ചരിത്രം ഞങ്ങൾക്കൊരു വലിയ സമ്മാനം തന്നിട്ടുണ്ട്. കോടിക്കണക്കിന് വിലമതിപ്പുള്ളൊരു സമ്മാനം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റാണ് അത്. ആ സർട്ടിഫിക്കറ്റ് ഗാന്ധിജിയുടെ സ്വന്തം കൈപ്പടയിൽ ഞങ്ങളുടെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്. അത് ഡിലൈറ്റഡ് വിത്ത് ഐഡിയൽ സിറ്റുവേഷൻ എന്നാണ്. ഡിലൈറ്റഡ് വിത്ത് ഐഡിയൽ സിറ്റുവേഷൻ എന്നുള്ള വാചകം ഞങ്ങൾക്കൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം 1925 യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കാലത്ത് അങ്ങനെ തന്നെ തുടരണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്രചോദനമാണ് മഹാത്മാഗാന്ധിയുടെ ആ ഞങ്ങളുടെ സന്ദർശക ഡയറിയിലെ ആ വരികൾ.